കൊച്ചിന് എന്ത് കഴിച്ചാലും അവൾ ഛർദിയാണ്, ഛർദിയോട് ഛർദി. അവളുടെ മുഖത്തെ എപ്പോഴും ഇങ്ങനെ ഈ ചോര ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു വിഷമാണ്. കൊച്ചിനെ കാണുന്ന എല്ലാവർക്കും തന്നെ ഇതെന്താ കൊച്ചിന് ഇങ്ങനെ എന്നുള്ള ഒരു ഇതായിരുന്നേ. പണ്ട് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നേക്കാൾ 1.5 മണിക്കൂറുള്ള കുർബാന ഭയങ്കര അനുഭവതിയാണ്. അതായത് ചില സമയത്ത് നമ്മുടെ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു ഒഴുകും. ഈ ദൈവവചനം എന്ന് പറഞ്ഞാൽ തേനിനേക്കാളും മധുരമുള്ളതായിട്ട് വരും. കാര്യം പറഞ്ഞാൽ എനിക്ക് മലയാളം പാട്ടുകളൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് എപ്പോഴും ഈ ഈശോയുടെ വചനം, ഞാൻ ചുമ്മാ വണ്ടി ഓടിച്ചു പോകുമ്പോഴെല്ലാം ഈ വചനങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഇടത്തല ഞാൻ സ്ത്രീകൾ ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിലാമേൻ. എനിക്കറിയത്തില്ല, ചിലപ്പം ഈ സമയത്ത് ചില സമയത്തൊക്കെ ഈശോ പെട്ടെന്ന് സ്നേഹം തന്നിട്ടേ ചിലപ്പം നമ്മളെ കൊണ്ട് അറിയാതെ കരയിക്കും. അപ്പം സ്നേഹമല്ലേ ഇപ്പൊ പറഞ്ഞു, സ്നേഹം പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കരച്ചിലിങ്ങനെ വരും. അപ്പം ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വചനം പറയുവാണേ. അത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം, ജ്ഞാനം 9, 10, 12. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാകട്ടെ. സകലതും അറിയുന്ന അവൾ എന്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തന്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാവും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവ്വം വിധിക്കും. പിതാവിന്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാവും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിലും നമുക്ക് അതിജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഉയർത്തുന്നത് ഈ ജ്ഞാനമാണ്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാ ദിവസവും പേടിക്കുന്ന ഓരോ എക്സ്പീരിയൻസസ് ഉണ്ടാകാം. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 2 വർഷം എല്ലാ ദിവസവും നമ്മൾ പേടിച്ച് വിറച്ചിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു വചനമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ. അത് പ്രഭാഷകത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി രാവിലെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ജ്ഞാനം നമുക്ക് വരുന്നതെന്നുള്ളത്, അതിന്റെ ഒരു ജ്ഞാനത്തിന്റെ ഒരു വരവുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളും കാര്യങ്ങളും എല്ലാം, തകർച്ചകളും എല്ലാം നമ്മൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. അതായത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 16 പറയുന്നുണ്ട്, അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും, അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ തകർച്ചകൾ എല്ലാം, ഈ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ, ഞാൻ ഡൊമിനിക്കസിന്റെ ഒരു ടോക്കിൽ നിന്ന് കേട്ടതാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ സഹനം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ശരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ സഹനങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം ചിന്തിച്ചോളുക, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു അടയാളമാണത് ഈ സഹനങ്ങൾ വരുന്നത്. അപ്പം ഡൊമിനിക്കസൻ എപ്പോഴും പറയും, വിശ്വസ്തയോടെ 3.5 വർഷം സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുവാണെങ്കിൽ ദൈവം നമ്മളെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ഉയർത്തുമെന്നാണ് ഡൊമിനിക്കസൻ എപ്പോഴും പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇത്രയും തകർച്ചകളും എന്ത് അനുഭവങ്ങൾ വന്നാലും നമ്മൾ ഈശോയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു വിശ്വാസം ഉറയ്ക്കുന്നവരെ നമ്മളെ പരീക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അത് തന്നെയാണല്ലോ ഹെബ്രായർ 11:6 പറയുന്നത്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിശ്വാസം എന്ന് പറഞ്ഞാല്, വിശ്വാസം ഒരു കീ ആണ്, താക്കോലാണ്. എന്തിന്റെയാ? എല്ലാ ദൈവിക ദാനങ്ങളുടെയും കൃപകളുടെയും എല്ലാ അനുഗ്രഹത്തിന്റെയും കീ ആണ്. അപ്പം നമ്മളെല്ലാവരും ഈ പലയിടത്തും ഈ നൊവേനകളും അല്ലെങ്കിൽ ഈ ഉടമ്പടിയും എല്ലാം എടുക്കാനായിട്ട് നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ഓടുന്നവരാണല്ലോ, എല്ലാവരും ഓടുന്നവരാണ്. അപ്പം ഈശോ, അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ അപസ്മാര രോഗിയെ സൂപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ശിഷ്യന്മാർ നോക്കിയിട്ട് ഈ അപസ്മാര രോഗി സൂപ്പെടുന്നില്ല. അപ്പം അവർ ഈശോയുടെ അടുത്ത് വരുവാണ്. അപ്പൊ ഈശോ അവരോട് പറയുകയാണ്, വിശ്വാസമില്ലാത്തതും വഴിപഴിച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈശോ അപസ്മാര രോഗിയെ സൂപ്പെടുത്തുക ചെയ്തത്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോ, നമ്മളിപ്പോ എല്ലായിടത്തും ഇങ്ങനെ പോയി ഓടി നടന്ന് ഇങ്ങനെ അനുഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് ജോലി, നമ്മുടെ കൊച്ച്, അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യത മാറാൻ വേണ്ടി ഓടുമ്പോഴത്തേക്കും ഈശോ നമ്മളെ നോക്കി പറയുന്ന ഒരു സംഭവം ഇതാണ്, വിശ്വാസമില്ലാത്ത തലമുറ, ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും, പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇതിനു വേണ്ടി, അതായത് നമ്മൾ ഒരു ഉടമ്പടി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നൊവേന ചെല്ലുമ്പോഴോ നമ്മൾ ദൈവിക ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതായത് വിശ്വാസത്തിന് വേണ്ടി ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. അതായത് ഇങ്ങനെ കണ്ടാൽ മതി, നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പന് ഒരു അലമാരി ഉണ്ട്. ആ അലമാരിയിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ഉടുപ്പുണ്ട്, കുറെ കാശുണ്ട്, കുറെ മുട്ടായി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പനോട് ഓരോ തവണയും ഇതിങ്ങനെ ചോദിക്കേണ്ടി വരും, അപ്പച്ചൻ എനിക്ക് ഇത് വേണം, എനിക്ക് ഉടുപ്പ് വേണം. അപ്പൊ അപ്പച്ചൻ പോകുന്നു, താക്കോൽ എടുക്കുന്നു, തുറക്കുന്നു, എടുത്തു തരുന്നു.
പിന്നെ നമ്മൾ ബിസ്ക്കറ്റ് വേണം, അതിന് പിന്നെയും പോയി ചോദിക്കുന്നു. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ പോയി ചോദിക്കുവാണ്. പക്ഷെ ഈ വിശ്വാസം എന്ന് പറഞ്ഞൊരു താക്കോല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പച്ചന് നമ്മളെ വിശ്വാസമുണ്ട്, നമുക്ക് അപ്പച്ചനെ ഒരു വിശ്വാസമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ വിശ്വാസത്തിലാണെങ്കിൽ ആ താക്കോൽ അവിടെ വെച്ചേക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പോയി തുറന്നെടുക്കാൻ പറ്റും. അതാണ് ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഈ വിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ടി. അതായത് വിശ്വാസം കിട്ടുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ ദൈവിക ദാനങ്ങൾ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഒന്നിനേം വേണ്ടി ഓടേണ്ടി വരികയില്ല. അപ്പൊ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പുറത്താക്കാൻ പറ്റാതിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾക്ക് ഈ എന്തെങ്കിലും ചെറിയൊരു സംഭവം വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ വിശ്വാസത്തിലുള്ള കുറവ് കാരണമാണ് നമ്മൾ ഇവിടെ പോയി അവിടെ പോയി അതിനായിട്ട് ഒന്നും നടക്കാതെ വരുമ്പോഴത്തേക്കും നിരാശയിലേക്ക് പോയിട്ട് അങ്ങനെയൊക്കെ പോകുന്നത്. ഇനി ഞാൻ എന്നെക്കുറിച്ച് പറയാം. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഞാൻ സമയം കുറവാണ്, കുറെ പറയാനുണ്ട്, പക്ഷെ അതിനകത്ത് പറയാൻ പറ്റുന്നിടത്തോളം ഞാൻ പറയാം. എൻ്റെ പേര് ആനന്ദ് എന്നാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കാനഡയിലാണ്. എൻ്റെ നാട് കുറവലങ്ങാട്, കോട്ടയം കുറവലങ്ങാട്. കുറവലങ്ങാടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ പണ്ട് മാതാവിന്റെ നൊവേനകളിൽ മാതാവിന് എപ്പോഴും വാഗ്ദാനം കൊടുത്തിട്ടുള്ളതാണ് കുറവലങ്ങാട് മാതാവിനെ കുറിച്ച് എപ്പോഴും പറയണം. അതായത് സ്വർഗാരോഹണത്തിന് ശേഷം മാതാവ് ഭൂമിയിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കുറവലങ്ങാട്. കുറവലങ്ങാട് മുത്തിയമ്മ എന്ന് പറഞ്ഞ ഒരു കുറെ പിള്ളേർക്ക് ഒരു അത്ഭുത ഉറവ് കാണിച്ചു കൊടുത്ത ഇതിലാണ് നമ്മുടെ സീറോ മലബാർ സഭയിൽ ആ വിശ്വാസം നിലനിൽക്കുന്നത്. അപ്പൊ ഇപ്പോഴും ആ അത്ഭുത ഉറവൊക്കെ അവിടെ ഉണ്ട്. അപ്പം എനിക്ക് വിശ്വാസത്തിന്റെ ചെറുപ്പത്തിൽ എന്റെ ഇൻപുട്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്റെ അപ്പന്റെ ചേട്ടൻ ഒരു പ്രാവശ്യം കുറലങ്ങാട് പള്ളിയിൽ പോയിട്ട്, അത് 8ാം ക്ലാസ്സിൽ എങ്ങാണ്ട് വെച്ചാന്ന് തോന്നുന്നു. പുള്ളി ഡൽഹിയിലായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ലൂക്കാ സുവിശേഷം വരച്ച ഒരു മാതാവിന്റെ പടം ഉണ്ടേ. അപ്പൊ ആ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാലും പള്ളിയുടെ ഏത് കോണറിൽ നോക്കിയാലും മാധവ് നമ്മളെ നോക്കുന്ന പോലെ അങ്ങനെയാ അത് വരച്ചേക്കുന്നേ. അപ്പൊ അത് റോമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പടമാണ്. അപ്പം എന്നോട് പറഞ്ഞ്, എടാ ഈ മാതാവാണ് എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ആ മാതാവിനെ നോക്കിയാക്കാം, മാതാവ് നമ്മളെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം മാതാവായിട്ട് ഭയങ്കര കമ്പനിയായി ആ സമയത്ത് തൊട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പോയി സംസാരിക്കും. മാതാവേ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പൊ ആദ്യമൊക്കെ എന്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചിലെ മാതാവ് എനിക്കൊരു സൈക്കിൾ വേണം, കാർ വേണം, വീട് വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചാളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും മാതാവ് ഇങ്ങനെ നമ്മളെ നോക്കി ചിരിച്ചോണ്ട് എന്റെ ഉള്ളിൽ അങ്ങനെ തോന്നുക, മാതാവ് നമ്മളെ നോക്കി ചിരിച്ചോണ്ട്, എടാ നീ ഇതുകൊണ്ടാണോ എന്നെ സ്നേഹിക്കുന്നത് അങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഇല്ല മാതാവ് എനിക്കൊന്നും വേണ്ട, എന്റെ അമ്മയായിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്നങ്ങോട്ട് പറയും. അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്റെ അമ്മയോട് പറയും, അതെ ഇതൊക്കെ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയാണ്, എന്റെ അമ്മ ശരിക്കും അവിടെ പള്ളി ഇരിപ്പുണ്ട്, കുറലങ്ങാട് മാതാവ് മുത്തിയമ്മ അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു എനിക്ക് മാതാവുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വന്നത്. പിന്നെ ഓക്കെ, ജീസസ് യൂത്ത്, അതായത് ഞാൻ ഈ കെയ്റോസ് മാഗസിൻ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്, ജീസസ് യൂത്തുകാരുടെ ഒരു മാഗസിനാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് പേരുടെ ഈ ജീവിത അനുഭവങ്ങൾ, ഈശോയുടെ അനുഭവങ്ങളൊക്കെ എഴുതി ആ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം എന്റെ ചേട്ടനും എന്റെ ഒരു കസിനും വേണ്ടി ആരോ അയച്ചു കൊടുത്തോണ്ടൊരു സാധനമാണ് അത്. ദൈവം അനുഗ്രഹിച്ച് ഞാനാണ് അത് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈശോയായിട്ടുള്ള പ്രണയം അവിടെ തുടങ്ങി. അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇത് തുടങ്ങി. അതുകൊണ്ട് 2007 ഞാൻ എഞ്ചിനീയറിംഗ് അങ്കമാലിയിലാണ് ഒരു കോളേജിൽ പഠിച്ചത്. അപ്പം അവിടെ ജീസസ് യൂത്തുകാരെ കണ്ടു. അങ്ങനെ ജീസസ് യൂത്തിൽ ഒരുപാട് ആക്റ്റീവ് അല്ലായിരുന്നെങ്കിലും എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പ്രൊഫിക്കസ് എന്ന് പറഞ്ഞൊരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ ഞാൻ ചുമ്മാ ഈ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രം പോയത്, എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല. എഞ്ചിനീയർ ഒക്കെ വേറെ ഏതോ ജീവിയാന്നൊക്കെ കരുതിയാണ് ഞാൻ ഇരുന്നോണ്ടിരുന്നത്. അപ്പൊ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് അവരുടെ ബുക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും മനസ്സിലാവും ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടിയല്ല, ഇത് നമുക്ക് പഠിച്ചെടുക്കാനും പറ്റിയല്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഈ പ്രൊഫിക്കസിന് പോയപ്പോഴത്തേക്കും അവരുടെ ഷെയറിങ്ങിലെല്ലാം ചേച്ചിമാരെല്ലാം പറയുന്നത്, ഓക്കെ, അവരെ എക്സാമിന് പഠിക്കുമ്പോഴത്തേക്ക് അവർ പഠിക്കേണ്ട സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അത് കൊള്ളാലോ, ഇപ്പോഴും ഉണ്ടായിരിക്കും ജീവിതത്തിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ അന്ന് ആഗ്രഹിച്ചു എനിക്കും അതുപോലെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഞാനന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും പഠിക്കാനോ അങ്ങനെ ഒരു പരിപാടിയില്ല. എല്ലാ ദിവസവും അടിച്ചു പൊളിച്ച് കളിച്ച് ഇങ്ങനെ നടന്നിട്ട് പരീക്ഷയുടെ തലേദിവസം ആയിരിക്കും പഠിക്കുന്നത്. അപ്പൊ പരീക്ഷയുടെ തലേദിവസം 5 മോഡ്യൂൾ പഠിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത്രയും കഴിവില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 മോഡ്യൂൾ എങ്ങനെയെങ്കിലും പഠിക്കാൻ നോക്കും. 2 മോഡ്യൂൾ പഠിച്ചാൽ നമുക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവും. ബാക്കിയുള്ളവരൊക്കെ രാത്രി കുത്തിയിരുന്ന് പഠിക്കും, എനിക്ക് പിന്നെ സ്ട്രെസ് അടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ നേരെ 7 മണിക്ക് കിടന്ന് ഉറങ്ങും. സാറിന് പരീക്ഷയുടെ തലേദിവസം നന്നായിട്ട് ഉറങ്ങണം എന്നാണ് പറയുന്നത്, പക്ഷെ പഠിച്ചിട്ട് ഉറങ്ങണം എന്നാണ് പറയുന്നത്. ഞാൻ പഠിക്കാതെ 7 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ രാവിലെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേച്ചിട്ട് പിന്നെ നമുക്ക് സ്ട്രെസ് അടിക്കാൻ സമയമില്ലല്ലോ. ഇനി ഡു ഓർ ഡൈ ആണ്, പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ നേരെ പോയി പരീക്ഷ എഴുതണം. അപ്പൊ ഞാൻ ബൈബിൾ വായിച്ചിട്ട് പിക്ക് ചെയ്ത്, അതായത് ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ പഠിച്ച് അങ്ങനെ പോയി പരീക്ഷ എഴുതി. ആ എസ്സേ തന്നെ വന്ന് അങ്ങനെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത്. അപ്പൊ എന്റെ റൂംമേറ്റ് ഒരു ഹിന്ദു ആയിരുന്നു. അപ്പൊ അവനും ആദ്യമേ രാത്രി പഠിക്കുന്ന ആളായിരുന്നു. പിന്നെ എന്റെ സംഭവത്തിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് പുള്ളി എന്നെ ACG എന്ന് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ ACGയുടെ ദൈവമുണ്ട്, ACG ഏതാ പഠിക്കുന്നത് എന്നോട് പറയാൻ പറഞ്ഞു. അവൻ രാവിലെ എണീക്കാൻ തുടങ്ങി.
അപ്പൊ അങ്ങനെയാണ് ജീസസ് യൂത്തുമായിട്ട് ഒരു ഇത് വന്നത്. പിന്നെ 2012 ഡൊമിനിക് അച്ഛന്റെ ഒരു ധ്യാനം കൂടി. എനിക്ക് ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് ഈ ജീവിതത്തിൽ ഒരു ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും മരിക്കുമല്ലോ. നമ്മള് ജോലി എന്നെ നല്ല ജോലിയാണേലും കാശുണ്ടെങ്കിലും ഇല്ലേലും എല്ലാവരും മരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ഒരു അസ്തിത്വം ഇല്ലാത്ത ജീവിതമാണല്ലോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കുവോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം 2012 ഡൊമിനിക് അച്ഛന്റെ ധ്യാനത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ഒരു ബോധ്യം കിട്ടി. പിന്നെ ഈ അത്ഭുതങ്ങൾ ഞാൻ അങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതായത് നിന്ന ഉടനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഫെയ്ത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ 2015 2015 ISISകാര് കോപ്റ്റിക് ക്രിസ്ത്യൻസ് 21 കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ കഴുത്തറുത്ത് കൊന്നു. ആ വീഡിയോ അവർ റിലീസ് ചെയ്തായിരുന്നു. അപ്പം ഞാനപ്പം എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര നിരാശാജനകമാണ്, ഭയങ്കര ക്രൂരതയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആ വീഡിയോ പിന്നെയും കണ്ടു. ഞാൻ പിന്നെയും കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ സൈക്കോ ആയതുകൊണ്ടല്ല. ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കി. ആ 21 പേര് മരിച്ചതിലും ഒറ്റ ഒരാൾക്ക് പോലും ഒരു പേടി എന്നൊരു സംഭവം ഇല്ലായിരുന്നു. അതായത് അവർ ഇതിന്റെ അപ്പുറത്തേക്ക് എന്തോ കണ്ടിട്ടാണ്. അവർക്കും നമ്മളെ പോലെ കുടുംബം ഉണ്ടായിരുന്നു. അവർക്കൊരു ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഈശോനെ ഒരു 5 മിനിറ്റത്തേക്ക് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ അവരത് ഓപ്റ്റ് ചെയ്യാതെ അവർ മരിച്ചു. അപ്പം അങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടി മരിക്കണമെങ്കിൽ ആ ദൈവം ശരിക്കും ഉള്ളതാണ്. ആ ദൈവം പറഞ്ഞ നിത്യജീവൻ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി ആ നിത്യജീവൻ എന്ന് പറഞ്ഞ ഒരു ഇതില്. അപ്പൊ ഓക്കെ, അവരവരുടെ ജീവൻ കളഞ്ഞല്ലോ. അപ്പം ഞാനും ആ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യണമല്ലോ. അപ്പം എനിക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് കരുതിയപ്പോഴത്തേക്കും അതായത് നമ്മുടെയൊക്കെ നാട്ടില് എല്ലാവരും ഈ സ്ഥലത്തിന് വേണ്ടി അടിയും പിടിയും എല്ലാം കൂടുന്ന ഒരു ഇതാണ്. അതായത് എന്റെ 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറിന്റെ ചേട്ടൻ വെട്ടിക്കൊന്നു എന്തോ ചെറിയ സ്ഥലത്തിന്റെ പേരിൽ. അപ്പൊ ആ ഒരു തിന്മയെ ജയിക്കാൻ വേണ്ടി എനിക്ക് പരിശുദ്ധാത്മ ഒരു പ്രചോദനം തന്നു. ഞാനപ്പം കാനഡയ്ക്ക് പോരാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാനപ്പോൾ എന്റെ വീട്ടുകാരോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഒരു സാധനം വേണ്ട, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു സാധനവും എനിക്ക് വേണ്ട, എന്റെ സഹോദരന് കൊടുത്താൽ മതി. ഞാൻ കംപ്ലീറ്റ് സീറോ ആയിട്ടേ പോകുള്ളൂ, ഈശോയെ വിശ്വസിച്ച് മാത്രമേ ഉള്ളൂ ഞാൻ പോകുള്ളൂ, എനിക്ക് തരാനുള്ളത് എന്റെ അപ്പം തരും എന്ന് പറഞ്ഞാണ് ഞാൻ കാനഡ വന്നത്. കാനഡ വന്നിട്ട് ഇവിടെ ഞാൻ അന്നൊക്കെ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ നിന്നെ വിശ്വസിച്ച് മാത്രം വന്നേ, ഞാൻ ഇവിടെ കിടന്നെങ്ങാനും ഈ സ്റ്റുഡന്റ് ലൈഫിൽ കുറെ പേര് മരിക്കുന്നവരൊക്കെ ഉണ്ട്, അപ്പൊ അങ്ങനെ എങ്ങാനും മരിക്കുവാണെങ്കിൽ എന്റെ ബോഡി കൊണ്ടുപോകാൻ പോലും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പക്ഷെ കാനഡയിൽ നല്ല ഒരു സ്റ്റുഡന്റ് ലൈഫിൽ നല്ല പല മേഖലകളിൽ ജോലിയൊക്കെ ചെയ്ത്, പല മേഖലകൾ എന്ന് പറയുമ്പോഴത്തേക്കും പാത്രം കഴുകി, ഗ്യാസ് സ്റ്റേഷനിൽ ഇരുന്നു, ടാക്സി ഓടിച്ചു, അങ്ങനെ നല്ല പല മേഖലകളിലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം എന്നെ ഭയങ്കരമായിട്ട് ഉയർത്തി. അതായത് നല്ല ജോലി തന്ന ഒരു കമ്പനിയുടെ നല്ലൊരു പൊസിഷനിൽ ഒക്കെ കയറ്റി എന്നെ ദൈവം ഭയങ്കരമായിട്ട് ഉയർത്തി. അതൊക്കെ പറയാനാണ് അത് വലിയൊരു അത്ഭുതമാണ് അത്. പക്ഷെ അത് പറയാൻ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ മെയിനായിട്ട് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞു. അത് ആ സമയത്ത് വൈഫ് പ്രഗ്നന്റ് ആയപ്പോഴത്തേക്കും വൈഫിന് നല്ല സിക്കായിരുന്നു, നല്ല ഇതായിരുന്നു, നോസിയയും, അതായത് ഒന്നും കഴിക്കാൻ പറ്റിയല്ല, ഒരു ഫുഡിന്റെ ഒരു മണം പോലും അടിക്കാൻ പറ്റിയല്ല. അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് 9 മാസം ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അതായത് ഒരു രീതിയിലാണ് ഞങ്ങൾ ആ 9 മാസം കഴിച്ചു കൂട്ടിയത്. അപ്പം 9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചുണ്ടായപ്പം ഓക്കെ, ആ സംഭവം കഴിഞ്ഞല്ലോ, ആ ഒരു സംഭവം കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുമായിരുന്നു. അപ്പം കൊച്ചുണ്ടായി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ഈ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു ഇത് വന്നു. അപ്പം ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞ അത് എക്സീമ ആയിരിക്കും, അത് മോയ്സ്ചറൈസർ തേക്കുക, അങ്ങനെ ലോഷനൊക്കെ തേച്ചോണ്ടേ ഇരുന്നേ. അപ്പം ഇടയ്ക്ക് കൊച്ചിങ്ങനെ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ കരയുന്നുമുണ്ട്. അതായത് എല്ലാ ദിവസവും ഒരു സ്പെസിഫിക് ടൈമിൽ കൊച്ചിങ്ങനെ 2 മണിക്കൂറോളം കരയുന്നുമുണ്ട്. അപ്പം നമുക്ക് അറിയത്തില്ല എന്താ സംഭവം എന്ന്. അപ്പൊ കൊച്ചിന്റെ ദേഹം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പം വൈഫിന്റെ അമ്മയും കൂടെ നാട്ടിലോട്ട് പോകാനായിട്ട് ടിക്കറ്റ്, അതായത് മറ്റേണിറ്റി ലീവില് നാട്ടിൽ പോയി നിൽക്കാന്നുള്ള രീതിയിൽ ടിക്കറ്റ് എടുത്തു. അപ്പൊ കൊച്ചിന്, അതായത് ഈ അമ്മമാരില്ലാത്തവർക്ക് ചിലപ്പോൾ അറിയത്തില്ല, അതായത് ബ്രസ്റ്റ് മിൽക്ക് ഇനഫ് ഇല്ല, നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കാറുണ്ട്, കൊച്ചിന് ഫോർമുല മിൽക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവര് ഫ്ലൈറ്റിൽ 24 മണിക്കൂറാണ് കാനഡയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ചെല്ലാനായിട്ട്. അപ്പം ഫ്ലൈറ്റിൽ പൊക്കൊണ്ടിരുന്ന സമയത്ത് 24 മണിക്കൂറും കൊച്ചു കരച്ചിലായിരുന്നു. കൊച്ചിന്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി, കംപ്ലീറ്റ് പൊട്ടി. അപ്പം കൊച്ചു വിശന്നിട്ടാണ് കരയുന്നതെന്ന് കരുതിയിട്ട് കൊച്ചിന് ഈ മിൽക്ക് കൊടുക്കും. സത്യം പറഞ്ഞാൽ കൊച്ചിന് വയറ്റ് വേന എടുത്തിട്ടാണ് കൊച്ചു കരഞ്ഞുകൊണ്ടിരുന്നത്. ആ മിൽക്ക് കൊടുക്കുന്നത് കൊച്ചിന് ഈ കൗ മിൽക്ക് പ്രോട്ടീൻ അലർജി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാല് ചെല്ലുമ്പോഴത്തേക്കും കൊച്ചിന്റെ വയറ് ഭയങ്കര അസ്വസ്ഥമായിട്ട് വേദന എടുത്ത് കൊച്ച് വേദന കൊണ്ട് കരയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കൊച്ചിന്റെ ദേഹം മുഴുവൻ പൊട്ടി ഒലിക്കുന്നത്. അപ്പൊ ഇവര് നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഇവര് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും കൊച്ച് വെറും ഒരു ഇറച്ചി കഷ്ണമായി പോയി, മൊത്തത്തിൽ ഒരു ഇറച്ചി കഷ്ണം. അതായത് 5 മാസം പ്രായമുള്ള കൊച്ചാണ്.
അവളുടെ ദേഹം മുഴുവൻ ബ്ലഡ്. അത് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പം ഒരു ഒരു ഉളുമ്പുമണമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേ. അപ്പൊ എന്റെ അമ്മയൊക്കെ ചെന്നപ്പോഴത്തേക്കും കൊച്ചിനെ ഒന്ന് എടുക്കാൻ പോലും പേടിയാ. കാരണം കൊച്ചിന്റെ ദേഹം മുഴുവൻ പൊട്ടിയിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് മനസ്സിലാക്കി അവിടെ കുറച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കൊച്ചിന് കൗ മിൽക്ക് പ്രോട്ടീൻ അലർജിയാണ്. അപ്പൊ ഫോർമുല ഒന്ന് മാറ്റി, അതായത് കൗ മിൽക്ക് ഹൈഡ്രോളൈസ് ചെയ്ത ഫോർമുല കൊടുത്തു. അങ്ങനെ കൊച്ചിന്റെ ശരീരത്തിലെ കുറെ ഈ മുറിവുകളെല്ലാം അങ്ങോട്ട് മാറി. പക്ഷെ അവളുടെ ചീക്സിൽ, 2 ചീക്സിലും എപ്പോഴും ഇങ്ങനെ രക്തം ഇങ്ങനെ, അതായത് കട്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു, ചൊറിഞ്ഞു പൊട്ടി. അങ്ങനെ ഒരു ഇത് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാനും നാട്ടിൽ പോയി കൊച്ചിന്റെ മാമോസയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ടൊരു വീടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഇവിടെ നമ്മുടെ വട്ടായിലച്ചന്റെ മിനിസ്ട്രി ഉണ്ട്, PDM മിനിസ്ട്രി. അപ്പൊ ഞാൻ നാട്ടിലോട്ട് പോരുന്നതിന് മുമ്പ്, കാനഡയ്ക്ക് തിരിച്ചു പോരുന്നതിന് മുമ്പ് അവിടെ പോയി ഒന്ന് കുമ്പസാരിക്കാന്ന് കരുതി. അവിടെ അഖിൽ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛനോട് പറഞ്ഞ അച്ഛാ തിരിച്ചു പോവുക, അതിനു മുമ്പ് കുമ്പസാരിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ കുമ്പസാരിപ്പിച്ച് കഴിയുമ്പോൾ അച്ഛൻ ചോദിച്ചേടാ എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ തിരിച്ചു പോകുമ്പോൾ നമുക്ക് താമസിക്കാൻ വീടൊന്നുമില്ല, അപ്പൊ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞ് എടാ 2 മാസം കഴിയുമ്പോൾ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമായിട്ട് മേടിക്കാൻ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സമയത്ത് അതിനെക്കുറിച്ച് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതങ്ങോട്ട് വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ റിയൽട്ടർ, അതൊരു വലിയൊരു ഗ്രേസ് ആണ് കേട്ടോ. അത് വീട് നമുക്ക് ഒരു 80 ലക്ഷം രൂപ കുറവിൽ നമുക്ക് ഇങ്ങോട്ടൊരു വീട് വരുക ചെയ്തത്. അപ്പൊ ആ വീടിന്റെ ഡിസിഷൻ എടുക്കാനായിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്റെ അച്ഛൻ പറഞ്ഞ പോലെ എന്റെ വീട് എനിക്ക് കറക്റ്റ് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു കുർബാനയ്ക്ക് വെച്ചപ്പോഴത്തേക്കും ആ കുർബാനയിൽ വന്ന വചനം ഇതാണ്, യോഹന്നാൻ 14:1-2. നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് ഈശോ പറഞ്ഞു. അപ്പൊ മനസ്സിലായി ഈശോ അനുവദിച്ച വീടാണ്. അപ്പം അത് വിശ്വാസത്തോടെ ആ വീട് ഞങ്ങൾക്ക് കിട്ടി. ആ വചനത്തിലൂടെ ഈശോ അത് നമുക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീട്ടിൽ താമസം തുടങ്ങി. പക്ഷെ നമുക്ക് അവിടെ പിന്നെയും സഹനങ്ങൾ ഇങ്ങനെ കയറുമായിരുന്നു. അതായത് കൊച്ചിന് എന്ത് കഴിച്ചാലും അവള് ഛർദിയോട് ഛർദി. അവളുടെ മുഖത്തെ എപ്പോഴും ഇങ്ങനെ ഈ ചോര ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു വിഷമാണ്. കൊച്ചിനെ കാണുന്ന എല്ലാവർക്കും തന്നെ ഇതെന്താ കൊച്ചിന് ഇങ്ങനെ എന്നുള്ള ഒരു ഇതായിരുന്നേ. അപ്പം നമ്മള് ഞാൻ ഇവിടെ പള്ളി പോയപ്പോഴത്തേക്കും അവിടെ ഒരു അച്ഛനെ പെട്ടെന്ന് എനിക്ക് അച്ഛനെ കണ്ടപ്പോഴത്തേക്കും, പുതിയതായിട്ട് വന്ന അസിസ്റ്റന്റ് അച്ഛനായിരുന്നു. അച്ഛനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഈ വചനം വന്നു. അത് യാക്കോബ് 5:14 ഒരു വചനമുണ്ട്, നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ, ഞങ്ങൾക്ക് ഒരു അലർജി ടെസ്റ്റ് ഉണ്ടായിരുന്നു കൊച്ചിന്. അലർജി എന്തിനൊക്കെയാണ് അലർജി ഉള്ളതെന്ന് അറിയാനായിട്ട് പ്രിക് ടെസ്റ്റ് ഉണ്ട്, സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ ഞങ്ങള് സംശയമുള്ള കുറച്ച് സാധനങ്ങൾ ഒരു 12 സാമ്പിൾസ് കൊടുത്തു. അപ്പൊ 12 സാമ്പിൾസ് നോക്കിയപ്പോഴത്തേക്കും ദൈവം അനുഗ്രഹിച്ച് 12 സാമ്പിൾസും അലർജിയാണ്. അതായത് കൊച്ചിന് ഒന്നും കഴിക്കാൻ പറ്റില്ല. അതായത് പാലിന്റെ ഒരു പ്രൊഡക്ട്സ്, തൈര് അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ പരിപ്പ്, തേങ്ങ, ഇറച്ചി, മീന് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയായി. കൊച്ചിന് എന്ത് കൊടുക്കും ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അന്ന് സത്യം പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായി, ഇത് വലിയൊരു വിശുദ്ധീകരണത്തിലേക്കാണ് ഈശോ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായിട്ട് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അതായത് ഇനി നമ്മുടെ ലൈഫ് കട്ടപ്പുകയാന്ന് ഏകദേശം മനസ്സിലായി. അപ്പൊ അന്ന് ഞാൻ ഈ ഒരു ബുക്ക്, അതായത് ഈശോ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്താണ് ഞാൻ പറയാൻ തുടങ്ങുന്നത്. ഈ ഒരു ബുക്കിലൂടെ, അതായത് ഈശോ എനിക്ക് വചനങ്ങൾ തരുന്നത്, ഓരോ സിറ്റുവേഷനിലും വചനങ്ങൾ തരുന്നത് ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച്, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 54-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ പണ്ട് ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നു, അത് ഓർക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഞാൻ എഴുതുന്ന പറഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇത് വരുമല്ലോ, അപ്പൊ അത് ഈ ബുക്ക് എടുത്ത് വായിക്കാം, അല്ലെങ്കിൽ കൊച്ചിനെയൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാണ് ഈ വചനം എഴുതാൻ വേണ്ടി ആ ബുക്ക് എടുത്തത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഞങ്ങൾക്കൊരു 9 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഡെലിവറൻസ് പ്രെയർ തന്നു. അച്ഛനെ ഞാൻ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുവാണ്. അപ്പം കൊച്ചിന് മുഖത്തെ സംഭവങ്ങൾ അങ്ങോട്ട് മാറി. പക്ഷെ സ്റ്റിൽ അവൾക്ക് എല്ലാ അലർജികളും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല, ഫുഡൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ വചനമാണ്. അതായത് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ജോലി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല. കൊച്ചിനെ ഒരു സാധനവും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊച്ചിനെ നമുക്ക് ഭയങ്കര കെയർഫുൾ ആയിട്ടേ ഉള്ളൂ നമുക്ക് എവിടെയും വിടാൻ പറ്റുള്ളൂ. കാരണം ചില സമയത്ത് ഈ അനാഫിലാക്സിസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ ഒക്കെ ഉണ്ട്. അതായത് കൊച്ചിന്, അതായത് അവളുടെ മുഖത്ത് ആരെങ്കിലും ഈ കശുവണ്ടി ഒക്കെ ഇല്ലേ, കാഷ്യൂ, അതൊക്കെ തൊട്ടിട്ട് കൊച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ കൊച്ചിന് പെട്ടെന്ന് ഭയങ്കര റിയാക്ഷൻ കയറി വരും. അത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ വരും. അപ്പൊ അകത്ത് ചെന്നാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. മുട്ടയും ഒക്കെ അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇവളുടെ ജീവൻ പോവുമോ എന്നുള്ള ഒരു ഭയങ്കര ഒരു പേടിയാ. അപ്പം ഓരോ ഭക്ഷണവും കൊടുക്കുമ്പോഴും നമ്മൾ ഈശോയെ ഇത് കൊച്ചിനുള്ള വിഷമാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. സാധാരണ ഭക്ഷണം കഴിക്കുന്ന കൊച്ചുങ്ങളെ പോലും കഴിപ്പിക്കാൻ പാടാ.
അപ്പൊ ആ ഒരു ഒരു ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഞാൻ വചനം തുറന്നപ്പോഴത്തേക്കും യെശയ്യാ 42:16 അജ്ഞാതമായ മാർഗത്തിലൂടെ കുരുടരെ ഞാൻ നയിക്കും, അപരിചിതമായ പാതയിൽ ഞാൻ അവരെ നടത്തും, അവരുടെ മുമ്പിലെ അന്ധകാരത്തെ ഞാൻ പ്രകാശമാക്കുകയും ദുർഘട ദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും, ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും, അവരെ ഉപേക്ഷിക്കുകയില്ല. അപ്പം അതുപോലെ തന്നെ ആ, യോഹന്നാൻ 17:17 പറയുന്നുണ്ട്, അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിച്ചു, അങ്ങയുടെ വചനമാണ് സത്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തകർച്ച വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപമേഖല ഉണ്ടായിരുന്നോ, അതായത് ഞാൻ കാര്യം പറഞ്ഞാൽ അത്രയ്ക്കും സ്പിരിച്വലി നല്ല ഇതായിരുന്നേലും ഒരു 2022 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ സ്പിരിച്വാലിറ്റിയിൽ കുറെ ഡ്രൈനസ് വന്നു. അതായത് നമ്മൾ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കൊന്തയില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കണക്ഷൻ പോയായിരുന്നു കേട്ടോ. അപ്പം ഈശോ എന്നെ വചനം കൊണ്ട് വിശദീകരിച്ച് എങ്ങനെയാണെന്ന് പറയുന്നത് ഞാൻ രണ്ട് മൂന്ന് മേഖലകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഈ കള്ളു കുടിക്കുമായിരുന്നു. അത് കള്ളു കുടിക്കാന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ബിയർ അല്ലെങ്കിൽ ബ്രാൻഡിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ഓവർ ആൽക്കഹോളിക് അല്ല, പക്ഷെ എന്നാലും കുടിക്കുമായിരുന്നു. കാരണം അത് കുടിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ 2018 എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രഗിൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നാട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരോട് കൂടാനായിട്ട് നാടൻ കള്ള്, പിന്നെ ഇവിടെ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി വൈൻ മാത്രം എന്നുള്ളൊരു രീതി വെച്ചു. അങ്ങനെ അങ്ങനെ പോയി. അപ്പം ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇടയ്ക്ക് നമ്മൾ ഇവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമാണ്, ഒരു ചായ കൊടുക്കുന്ന പോലെ ഒരു വീട്ടിൽ ചെന്നാൽ കള്ള് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ കള്ള് തരുമ്പോഴത്തേക്ക് നോ പറയാനായിട്ട് നമുക്കൊരു ഇത് വേണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഉൾപ്പെടെ ഈ പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് കള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് പള്ളിയിലത്തെ അച്ഛന്മാരോട് ഞാൻ സംസാരിക്കുമ്പോൾ, അച്ഛൻ ഞാൻ ഇങ്ങനെ വൈൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ വൈൻ അത് സിന്നല്ല. ശരിക്കും കാത്തലിക് ചർച്ചിന്റെ ഒരു ടീച്ചിങ്ങിൽ നമ്മൾ മോഡറേറ്റ് എമൗണ്ടിൽ നമ്മൾ വൈൻ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ കള്ള് കുടിച്ചാലോ അത് ഒരു സിന്നാണെന്ന് പറയുന്നില്ല. അത് മോഡറേറ്റ് ആൽക്കഹോൾസും അല്ല എന്ന് അതായത് അതൊരു സിന്നല്ല. പക്ഷെ നമ്മൾ ഒരിക്കലും അത് അബ്യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവൻ എനിക്ക് ഈ വൈൻ തന്നു. അപ്പൊ ഞാൻ ഈ വിശദീകരണത്തിന്റെ മേഖലയിലൂടെ നടക്കുവാണ്. അപ്പം ഞാനൊന്ന് തീരുമാനിച്ചു, ഇല്ല വൈൻ കുടിക്കുകയല്ല, അങ്ങനെയൊക്കെ കരുതിയിരിക്കുവായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ്, അണ അതെ ഇതൊന്ന് കുടിക്കുക, ഇത് മറ്റേ മാനിഷ്യൂട്ട്സ് എന്ന് പറഞ്ഞ സാധനം, അതായത് ജൂതന്മാരുടെ കൊഷറ, അതായത് മുസ്ലിങ്ങൾക്ക് ഹലാൽ പോലെ ജൂതന്മാർ കുടിക്കുന്ന സാധനം, വലിയ കുഴപ്പം, ഒരു കമ്പനിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് താല്പര്യമില്ലാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മേടിച്ചിട്ട് 2 സിപ്പ് കുടിച്ചിട്ട് ഞാൻ അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം, ഈശോ ഞാൻ ഇത് കുടിച്ചത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടില്ലേന്ന് ചോദിച്ച് ഞാൻ ബൈബിൾ തുറന്നപ്പോഴത്തേക്ക് എനിക്ക് സുഭാഷിതങ്ങൾ 20:1, വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നതിനും വിവേകമില്ല. എന്റെ പൊന്നെ പെട്ടുപോയല്ലോ. എങ്ങനെ നമ്മൾ ഈ പരിചയമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് തരുമ്പോൾ നമ്മൾ മേടിക്കാതിരിക്കാൻ പറ്റിയല്ല. അപ്പൊ ഇത് എനിക്കുള്ളതല്ലായിരിക്കും എന്ന് കരുതി ഒരു പേജൂടെ ചുമ്മാ ഒന്ന് മറിച്ച് നോക്കി. അപ്പൊ അതാണ് സുഭാഷിതങ്ങൾ 21:17 വീണ്ടും, സുഖലോലുപൻ ദരിദ്രനായി തീരും, വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാകുകയില്ലെന്ന്. പിന്നെ ഓക്കെ. അപ്പൊ യെശയ്യാ 66:2 പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപവും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കുന്നതെന്ന്. അതായത് ഈ വചനം നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക വേണ്ടേ. അതായത് എളിമ എന്ന് പറഞ്ഞാൽ ഡൊമിനിക്കച്ചൻ എപ്പോഴും പറയുന്ന, അതായത് ദൈവവചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതാണ് എളിമ. അതായത് ഒരു ചോദ്യം പാടില്ല, കണ്ണും പൂട്ടി വിശ്വസിക്കുക. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഈശോയെ ഇല്ല, ഞാൻ കംപ്ലീറ്റ്ലി നിർത്തി, ഒരു സാധനം ഇനി ഒരിടത്തൊന്നും മേടിക്കില്ല. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടേണ്ടവരാ. അപ്പം ഈ മോഡറേറ്റ് എമൗണ്ടിൽ ഇതിനൊരു വചനമുണ്ട്, 1 കൊരിന്തോസ് 10:23, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല, എല്ലാം നിയമാനുസൃതമാണ്, എല്ലാം പടുതുയർത്തുന്നില്ല. അതിനെ നമ്മൾ കാത്തലിക് ചർച്ച് പറയുന്നത് നിർജീവ പ്രവൃത്തികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നിർജീവ പ്രവൃത്തികൾ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രവർത്തിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന്റെ നിയമങ്ങൾ വ്യത്യാസമാണ്, ഓരോരുത്തർക്കും ഓരോ നിയമങ്ങൾ പരിശുദ്ധാത്മാവ് കൊടുക്കും. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു, എന്റെ വീട് ഒരു ദേവാലയമാക്കണം. എന്റെ വീട്ടിൽ ഇനി റിലേറ്റീവ്സ് ഒന്നുമല്ല, ഫ്രണ്ട്സ് ഒന്നുമല്ല, വൈനോ അല്ല ഒരു സംഭവം കയറ്റിയല്ല, അതിന്റെ പേരിൽ ഞാൻ എത്രമാത്രം ഒറ്റപ്പെട്ടാലും ഞാൻ കയറ്റിയതെന്ന് പറഞ്ഞു. അപ്പൊ ആ വചനം ഞാൻ ജീവിക്കുന്നത് പറഞ്ഞാല് ഫിലിപ്പിയറുടെ ലേഖനം 3-ാം അധ്യായത്തിൽ 5-ാമത്തെ പൗലോസ്ലീഹ പറയുന്നുണ്ട്. പൗലോസ്ലീഹ ഭയങ്കര വലിയ ആളായിരുന്നു. അതായത് ഞാൻ 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവനാണെങ്കിലും, ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രത്തിലെ ആളാണെങ്കിലും, ഞാൻ യേശുവിനെ വില കൊടുക്കുന്ന ഒരു വചനം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എനിക്ക് ബ്രാൻഡിയും ബിയറും ഒക്കെ അത്യാവശ്യം കുടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അത് വെച്ച് അത്യാവശ്യം റിലേഷൻഷിപ്പ് ഉണ്ടാക്കാവുന്ന കഴിവുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ഞാൻ ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമാക്കി കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളയാകിയാൽ സർവ്വതും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ എന്റെ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടമായി കരുതുകയും ചെയ്യാന്ന്. അതായത് ഇത് നമ്മൾ വിവേകം അല്ലെങ്കിൽ ജ്ഞാനം കിട്ടണമെങ്കിൽ ഒരു ബ്ലോക്കാണ് ഇത്.
അപ്പം ആ മേഖലയിൽ ഞാൻ അത് കംപ്ലീറ്റ് അങ്ങോട്ട് വിശദീകരിച്ചു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഈ ദൈവം ഓരോ വാഗ്ദാനങ്ങൾ ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അടുത്ത ഒരു വിശദീകരണത്തിന്റെ മേഖലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിനെ വിശദീകരിക്കുക. അതായത് എന്റെ ഞാൻ സ്പിരിച്വൽ ഡ്രൈനസ് വന്നപ്പോഴത്തേക്ക് എന്റെ വിശുദ്ധിയുടെ മേഖല ഒത്തിരി കുറവ് വന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോലും അറിയാൻ മേലാതെ ഭയങ്കരമായിട്ട് പരദൂഷണം, അതായത് പരദൂഷണത്തിലൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു, ഞാൻ ഒരിക്കലും വേറൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാത്ത ആളായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ചുമ്മാ, അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്, പക്ഷെ അത് ഇവഞ്ച്വലി അത് അവരിലോട്ടൊരു വെറുപ്പ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് പക്ഷെ കുമ്പസാരിച്ചാലും അവരെ നമുക്ക് പിന്നെയും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ പഴയ പാപത്തിലോട്ട് പോകും. അങ്ങനെ വിശുദ്ധിയുടെ മേഖല ഭയങ്കരമായിട്ട് കുറവായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു വചനം കിട്ടിയാണ് ജെറമ്യാ 15:19. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം, വിലകേട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാവും, അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങി പോവുകയില്ലെന്ന് പറഞ്ഞ വചനം തന്നു. അതോടെ ഓക്കെ, നാക്കും ബ്ലോക്കായി. അതായത് സൂക്ഷിച്ചേ സംസാരിക്കുള്ളൂ, എല്ലാ സാധനങ്ങളും സംസാരിക്കുകയില്ല, ഒരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം സംസാരിക്കാതെ നാക്കിനെ ഭയങ്കരമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കുമ്പസാരത്തിൽ ഏറ്റു പറയും. അങ്ങനെ വീണ്ടും ആ ഒരു കൃപ തന്നായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതാണ് വേറെ ഇവാഞ്ചലൈസേഷന്റെ രീതിയിൽ, അതായത് നമുക്ക് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഈശോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ അത്രയ്ക്കും ഈശോയെ സ്നേഹിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫാമിലിയൊക്കെ ആയി എല്ലാ ജോലിയൊക്കെ ആയപ്പോഴത്തേക്ക് നൈസായിട്ട് ഒതുങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ വലുതായിട്ട് ഈശോയെ എല്ലാവരോടും പറയുന്നില്ല, കൂടിപ്പോയാൽ നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ ഒന്നും ഇടുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല. അപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യോനാ പ്രവാചകന്റെ 2-ാം അധ്യായം കിട്ടുമായിരുന്നു. അതായത് ഞങ്ങൾ ഭയങ്കര സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. അതായത് ഞാൻ ജോലി നിർത്തിയായിരുന്നു, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ജോലി നിർത്തി കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒരാളുടെ വൈഫിന്റെ സാലറി മാത്രമായിരുന്നു. അപ്പൊ എല്ലാ മാസവും ഞങ്ങൾ ഒരു 10-20,000 രൂപ കടത്തിലേക്കായിരിക്കും ഇന്ത്യൻ റുപ്പിയിലാണ് പറയുന്നത്, അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരളി, പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു, അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു, പ്രവാഹം എന്നെ വളഞ്ഞു, അങ്ങയുടെ തിരമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി. അതായത് ഞാൻ ഈശോയോടൊന്ന് ചോദിച്ചു, ഈശോയെ ഈ വീട് അടയ്ക്കാൻ മാർഗ്ഗമില്ലാണ്ടാണോ എനിക്ക് ഈ വീട് തന്നേ? വീട് ഈശോ വചനത്തിലൂടെ കാണിച്ചു തന്ന, അല്ലെങ്കിൽ ഒരു അച്ഛനിലൂടെ പറഞ്ഞു തന്നതാ. അപ്പൊ അത് അടയ്ക്കാൻ മാർഗ്ഗമില്ലാതെ ഈശോ എങ്ങനെയാ തന്നേ? അപ്പോഴാണ് ഈ യോനാ പ്രവാചകന്റെ സംഭവമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എന്റെ തല വിരിഞ്ഞു മുറുക്കിയിരിക്കുന്നു, പർവ്വതങ്ങൾ വേരുപാകിയിരുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു, അതിന്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും ദൈവമായ കർത്താവെ, അങ്ങ് എന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും, എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. അതായത് അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ നേർച്ച എന്ന് പറഞ്ഞാൽ ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത് ഒരു കോൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുനിന്ന് മാറിയപ്പോഴത്തേക്കും ഈശോ ആ മേഖലയിലെ ഒരു വിശദീകരണം, ഈശോയെ വീണ്ടും പ്രഘോഷിക്കണം. അതായത് ഞാൻ ഇവിടുത്തെ ഡിവൈൻ റിട്രീറ്റ് സെന്ററുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവിടുത്തെ എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രൊയേഷ്യക്കാരുടെ അമ്മച്ചിയോടെ പെയിന്റ് അടിക്കുക അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അല്ലാതെ എന്നാലും അവിടുത്തെ ഡയറക്ടർ അച്ഛനുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ അച്ഛനെ ഞാൻ തിരിച്ച് ടൊറന്റോയിൽ കൊണ്ടുവിടുന്ന സമയത്ത് ഞങ്ങളൊന്ന് സ്തുതിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, എടാ നിന്നെക്കുറിച്ച് ഈ ഒരു സംഭവം കാണിക്കണം, നീ ഒരു വെള്ളം കണ്ടിട്ട് നീ ഇങ്ങനെ മാറി നിൽക്കുന്ന പോലെ നീ അപ്പൊ ശുശ്രൂഷയിലേക്കൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി യോനാ പ്രവചന്റെ ഇത് ഇങ്ങനെ എന്നോട് പറഞ്ഞായിരിക്കുമല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണേ. അപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി, ഓക്കെ ആ രീതിയിൽ എനിക്ക് വിശദീകരിക്കണം എന്ന് ഉള്ള ഇത് വന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നന്മമരത്തിലേക്ക് വരാനുള്ള ഒരു വഴിയും കൂടെയാണ് ഇതെല്ലാം കേട്ടോ. പിന്നെ ഉള്ളത് ഈ സാബത്ത്, അതായത് ഞായറാഴ്ച സാബത്ത്. ഞാൻ ഒരു പ്രാവശ്യം ഡൊമിനിക്കസിന്റെ ഇതിൽ കേട്ടതാണ്, അതായത് നമ്മുടെ കടബാധ്യത അല്ലെങ്കിൽ നമ്മുടെ കുടുംബ തകർച്ചകളൊക്കെ നമ്മൾ സാബത്ത് വിശുദ്ധമായിട്ട് ആചരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിപ്പോകുന്നതാണ് ഡൊമിനിക്കസൻ പറയുന്നത്. അത് വലിയൊരു രഹസ്യമാണ്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കിയില്ല. നമ്മൾ സാബത്ത് ശരിക്കും കർത്താവിന്റെ റെസ്റ്റിലോട്ട് കയറേണ്ട ദിവസമാണ്. അപ്പം നമ്മളത് കയറാതെ നമ്മൾ എല്ലാ പരിപാടികളും സാബത്തിനെ നമ്മൾ ചവിട്ടി മതിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ സാബത്ത് ഞായറാഴ്ച പള്ളി വരുന്നുണ്ടല്ലോ, അതല്ലേ നമ്മൾ സാബത്ത് അങ്ങനെയാണല്ലോ ആചരിക്കുന്നത്, അതുപോലെ ഈ ഡൊമിനിക്കച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അച്ഛനാണ്. ഡൊമിനിക്കച്ചൻ ചുമ്മാ പറയുന്നതായിരിക്കുമല്ലേ എന്ന് ചോദിച്ച് എനിക്ക് ഈശോ വചനത്തിലൂടെ കാണിച്ചു തരാമെന്ന് ചോദിച്ച് ഞാൻ വചനം തുറന്നപ്പോഴത്തേക്കും എന്റെ കണ്ണ് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് സാബത്ത് ആചരണം എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ആണ് എനിക്ക് വന്നത്. ജെറമ്യാ 17:21-22. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ കൊണ്ടുവരികയോ ചെയ്യരുത്. സാബത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്, ജോലി ചെയ്യുകയും വരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി ആചരിക്കാൻ.
അതായത് ഈശോ പറഞ്ഞു തന്നാണ്. അതായത് ഭയങ്കര എന്നോട് നേരിട്ട് സംസാരിച്ച് പറഞ്ഞ ഒരു ഇതാണ്. അപ്പം അതുവരെ ഞാൻ സാപത്തിനെ നമ്മൾ സാധാരണ ഞെരുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഞായറാഴ്ച ഒരാൾ വരുക. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമേ മാറ്റുന്നത് എന്താ? നമ്മുടെ കുർബാന. നമ്മൾ സ്ഥിരമായിട്ട് 8 മണിക്ക് കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് ചവിട്ട് അങ്ങനെയാണ് നമ്മൾ ചവിട്ടി മതിക്കുന്നത്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു എങ്ങനെയുണ്ടെങ്കിലും 8:30-ക്ക് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ കുർബാനയുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഈ ഇടയ്ക്ക് നമ്മുടെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഉണ്ട്. ഞാൻ വലിയ ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. അപ്പൊ സഞ്ജു സാംസൺ ഒക്കെ 2 സെഞ്ചുറി ഒക്കെ അടിച്ച് ഇങ്ങനെ സെഞ്ചുറി അല്ല അത്രയൊക്കെ അടിച്ച് ഫൈനല് ഈ ഞായറാഴ്ചയാണ്. പണ്ടൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഓക്കെ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാം, ക്രിക്കറ്റ് കളി കണ്ടിട്ട് ഇരിക്കാന്ന് കരുതിയിരിക്കുക, അങ്ങനെയുള്ള ഇരിക്കുക. പക്ഷെ ഇത് ഒരു ഇതുമില്ലാതെ ഞാൻ നേരെ കുർബാനയ്ക്ക് പോയിട്ട് അവസാനം കുർബാന കഴിഞ്ഞിട്ട് വന്ന് ഇന്ത്യ ജയിച്ചതാണ് അറിഞ്ഞത്. അതേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2-3 വർഷമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൊച്ചിന്റെ അലർജികൾ കുറച്ച് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. കൊച്ചിന് അച്ഛൻ ഹീലിംഗ് പറയുന്നുണ്ട്. പക്ഷെ എത്ര നാൾ കഴിഞ്ഞിട്ടാണെന്നൊന്നും അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് നമുക്ക് സാമ്പത്തിക ബാധ്യതകളെല്ലാം കാരണം നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. നമുക്ക് വൈഫിന്റെ ജോലിയിൽ സ്ട്രെസ് ആകുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഇതായി. അപ്പൊ 2024 ഞാൻ 50 നോയമ്പ് എടുത്തപ്പോഴത്തേക്കും 40 ദിവസം ഒരു നേരം ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ 40 ദിവസത്തെ ഒരു ഫാസ്റ്റിംഗ് പോലെ എടുത്തായിരുന്നു. പിന്നെ എല്ലാ പരിശുദ്ധാത്മാവിന്റെ നോവേന അല്ലെങ്കിൽ കരുണയുടെ തിരുനാളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈശോ കംപ്ലീറ്റ്ലി നമ്മളെ അവോയ്ഡ് ചെയ്ത ഒരു ഫീൽ ആയിരുന്നു. ഈശോ നമ്മളോട് ഒരു ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്ന ഒരു ഇതായിരുന്നു. അതിനിട്ട് 2025 നോയമ്പ് കഴിഞ്ഞിട്ട് ഓക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന കരുതി, ഇല്ല മാറ്റം ഉണ്ടായിട്ടില്ല. എല്ലാം മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഈശോയോട് ഈശോ എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ച് ഒരു വചനം എടുത്തപ്പോഴാണ് യൂഥത്തിന്റെ 8-ാമത്തെ അധ്യായം. അതായത് നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയെ ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഈ അവിടുത്തെ ഉസിയ രാജാവ് അസീറിയയ്ക്ക് രാജ്യം അടിയറ വെക്കുക. അത് അസീറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള സഹനങ്ങളൊക്കെ ആയിട്ട് കാണണം. അതായത് നമ്മൾ ആ സഹനത്തിൽ നിരാശരാകാൻ പോവുകയാണോ എന്നാണ് ഈശോനോട് ചോദിക്കുന്നത്. അത് ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുമ്പാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുമെങ്കിൽ നമുക്ക് സ്വരം ശ്രവിക്കാം എന്ന് പറഞ്ഞ ഒരു വചനമുണ്ട്. അപ്പം അതിന്റെ അവസാനം പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ആ വചനം ഞാൻ മൊത്തം വായിക്കുന്നില്ല. അപ്പം നമ്മുടെ പിതാക്കന്മാരെ പരീക്ഷ പോലെ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല. നമുക്ക് ആ വചനത്തിന്റെ അവസാനം പറയുന്നതെന്ന് പറഞ്ഞാൽ 27-ാമത്തെ വാക്യം പറയുന്നത് അവരുടെ ഹൃദയങ്ങളെ പരീക്ഷ പോലെ, നമ്മുടെ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ച പോലെ അവിടുന്ന് നമ്മളെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മളോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. അതായത് നമ്മളെ ഒരു വിശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ എല്ലാ സഹനങ്ങളും നമ്മളെ 3 കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ടാണ്. ഒന്ന് വിശുദ്ധി, ഒന്ന് വിശ്വാസം, ഒന്ന് എളിമ. ഈ ഒരു 3 കാര്യം നേരെ ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്രഭാഷകന്റെ 4 പറയുന്ന പോലെ ജ്ഞാനത്താൽ നമ്മൾ നയിക്കപ്പെടും. ഇത് തന്നെയാണ് 1 പത്രോസ് 5:6 എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വചനമാണ്. അതായത് ദൈവത്തിന്റെ ശക്തമായ തരത്തിന് താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷെ ഈ പിശാച് അലർന്ന സിംഹത്തെ പോലെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? അത് നമ്മുടെ ചിന്തകളിലോട്ട്, അതായത് ഇങ്ങനെ നമ്മൾ ഒരു ദുരനുഭവത്തിലൂടെ പോകുമ്പോൾ ഈശോ നമ്മളെ സ്നേഹിക്കുന്നില്ല, ഈശോയ്ക്ക് നമ്മൾ ഒട്ടും സ്നേഹമില്ല, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ പല തോട്ട്സ് തന്ന് നമ്മളെ നശിപ്പിക്കും. അപ്പൊ നമ്മൾ ചേർത്ത് നിൽക്കണം. പിശാചിനെ ചേർത്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പിശാച് നമ്മളെ വിട്ടുപോക്കോളും. അതായത് അതിന്റെ അവസാനം പറയുന്നുണ്ട്, അതായത് ആധിപത്യം എന്നും അവൻ്റെതായിരിക്കട്ടെ. അതായത് നമ്മുടെ ജീവിതത്തിൽ രോഗത്തിനോ ദാരിദ്ര്യത്തിനോ കടബാധ്യതയ്ക്കോ ഒന്നിനുമല്ല, ആധിപത്യം ഈശോയ്ക്ക് മാത്രമാണ് നമ്മൾ പ്രഖ്യാപിക്കണം. അതായത് ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന്, അതായത് വൈഫിന്റെ ജോലി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ ഇവിടുത്തെ നാട്ടിലെ ഒരു 2.5 ലക്ഷം രൂപ വേണം ഞങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പം വൈഫും കൂടെ ജോലി നിർത്തി കഴിഞ്ഞാൽ ആ 2.5 ലക്ഷം രൂപയെ നമ്മൾ മാസം കടത്തിലാണ്. അപ്പം ഞാൻ പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ, ഇല്ല നിർത്തി കുറച്ചാൾ നാട്ടിൽ പോവുക, കൊച്ചിന് ട്രീറ്റ്മെന്റ് വല്ലതും ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് നോക്കുക. കൊച്ചിന് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു കേട്ടോ. അതായത് കൊച്ചിന് മീനൊക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. എന്നാലും നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ ഈശോയോട് ഞാനിങ്ങനെ അതായത് ഇവിടെ ചെറിയൊരു ബലിപീഠം എന്ന് പറഞ്ഞാൽ ഒരു ഈശോയുടെ ഒരു രൂപം വെക്കാനുള്ള ഒരു സ്ഥലം. അബ്രാഹം ഒക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ബലിപീഠം പണിയും. അപ്പം ഞാൻ ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ ഒരു ചെറിയൊരു രൂപമൊക്കെ വെച്ച് അത് ബലിപീഠമായിട്ട് ഞാനിങ്ങനെ അതിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ആ ബലിപീഠത്തിന് മുമ്പിൽ ഞാൻ ഈശോയോട് മുട്ടുകുത്തി ചോദിച്ചു, ഈശോയെ നീ തന്ന വീടാണ് ഇത്, എനിക്ക് വാടകയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇത് വിശുദ്ധമാക്കി സൂക്ഷിച്ച് ഞാൻ ഇവിടെ മദ്യം ഒന്നും കയറ്റിയാലെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിരുന്ന വീടാണ് ഇത്. ഇപ്പൊ വാടകയ്ക്ക് കൊടുക്കേണ്ടി വരും, വേറെ ആൾക്കാർ വന്ന് താമസിക്കും.
അപ്പം അപ്പൊ എനിക്ക് ഈ വീട്ടിൽ കൺട്രോൾ ഇല്ല. ഈ വീട് ഒരു ദേവാലയമായിട്ട് കൊണ്ടുപോകാനായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ എനിക്ക് പറ്റുന്നില്ല ഈശോ, ഞാൻ തോറ്റു പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോ ഞാൻ ഈശോയുടെ മുമ്പ് വെച്ചൊരു ബൈബിൾ എടുത്തു. എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ റേമയാണത്. യെശയ്യാ 65:21-24. ഇന്ന് ആരാധനയ്ക്കും അതിന്റെ അവസാനത്തെ ഇത് പറഞ്ഞായിരുന്നു. അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല, അവർ നടുന്നതിന്റെ ഫലം അവൻ ഭുജിക്കുകയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആയിരിക്കും. എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും. അതായത് എന്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്, അതായത് അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. കർത്താവ് എന്നോട് നേരിട്ട് പറയാം. എന്റെ ചോദ്യം ഇതായിരുന്നു, ഈശോയെ, ഞാൻ അങ്ങ് തന്ന വീട്ടിൽ വേറെ ആൾക്കാർ വന്ന് ഇത് അശുദ്ധമാക്കും, അത് എന്റെ കൺട്രോളിലുള്ളതല്ല. അപ്പൊ ഈശോ പറഞ്ഞാണ്, അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ലെന്ന്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു, അതായത് എന്റെ 2 വർഷമായിട്ട് ഓരോ ദിവസവും പേടിച്ചോണ്ടിരുന്ന കൊച്ചിന് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമോ, കൊച്ചിന് എന്തെങ്കിലും അപകടം പറ്റുമോ, ഓരോ ഫുഡ് കൊടുക്കുമ്പോഴും അങ്ങനെയായിരുന്നു. അപ്പം ആ അതിനുള്ള ഉത്തരം ഈശോ എനിക്ക് അവിടെ തന്നു. അതായത് അതിന്റെ ബാക്കി എന്ന് പറഞ്ഞാല്, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാകുകയില്ല. ആമേൻ. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ സന്തതികളും അവരോടൊപ്പം തന്നെ അനുഗ്രഹിക്കുന്നവരാകും. വിളിക്കും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരമറിലും, പ്രാർത്ഥിച്ച് തീർന്നുമ്പോൾ ഞാൻ അത് കേൾക്കും. ഞാൻ അത് വിശ്വസിച്ച് ഏറ്റെടുത്തു. ഇനി ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാനപ്പം നമ്മുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ പോകാനിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം അറിയാം, ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സഹനമൊക്കെ ഈശോ അനുവദിക്കുന്നുണ്ടെങ്കിൽ, നാളെ ഇതുപോലത്തെ സഹനങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് ഇത് ഈശോ ഷെയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആക്കി തരാനാണ് ഈശോ നമുക്ക് ഈ സഹനത്തിലേക്ക് വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ അച്ഛൻ ഒരു വചനം തന്ന്, അതായത് ജ്ഞാനം 3, അതായത് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല, അവർ മരിച്ചരായി ഭോഷന്മാർ കരുതി, അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും കണക്കാക്കി, അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് അവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണം എന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. ഞാനത് ആമേൻ പറഞ്ഞ, എനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിരുന്നു ആ വചനം. പക്ഷെ ഞാൻ മനസ്സിൽ പറഞ്ഞതാണ്, അച്ഛ ഇത് നീതിമാന്മാരെ കുറിച്ച് പറഞ്ഞതല്ലേ, അത് അപ്പം അച്ഛ യു ആർ മിസ്റ്റേക്കഡ്. ഞാൻ നീതിമാനല്ലല്ലോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും? അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഈശോ വചനങ്ങൾ ഇങ്ങനെ തന്ന് എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അപ്പോഴും ഞാൻ എന്റെ ഒരു സംശയം ഇതാണ്, അതായത് എനിക്ക് കിട്ടിയേക്കുന്ന വചനങ്ങൾ, അതായത് എനിക്ക് കിട്ടിയേക്കുന്ന വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയേക്കുന്ന റൂൾസ്, ഇതെല്ലാം പഴയ നിയമത്തിൽ അബ്രാഹത്തോടോ അല്ലെങ്കിൽ ഇസാഹാക്കിനോടോ പൂർവ്വപിതാക്കന്മാരോടൊക്കെ പറയുന്നതല്ലേ, അത് എങ്ങനെ എന്നോട് പറയുന്നതാവും? അത് എന്റെ ഒരു മനസ്സിൽ, അല്ലെങ്കിൽ ഞാൻ നീതിമാന്മാർക്ക് കൊടുത്തേക്കുന്ന വാഗ്ദാനങ്ങളല്ലേ. അപ്പം അതെങ്ങനെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരു സംശയമായിട്ട് ഞാൻ ഒരു ദിവസം കുർബാന കൂടുമായിരുന്നു. എന്റെ മനസ്സിലുള്ള സംശയം ഇതാണ്, ഈ വാഗ്ദാനം നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദാനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, ഈ റേമ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഈ കുർബാനയിലൂടെയൊക്കെ ഈശോ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കുർബാനയിൽ നമ്മൾ കണ്ണടച്ച് എപ്പോഴും ദൈവസ്വരം കേൾക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ അന്നത്തെ ലേഖനത്തിൽ വായിച്ചത് ഇതാണ്, അതായത് റോമ 4:19, അതായത് 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. അബ്രാഹത്തെ കുറിച്ചാണ്. അബ്രാഹം നീതീകരിക്കപ്പെട്ടതാണ്. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതായത് അബ്രാഹം നീതീകരിക്കപ്പെട്ട എങ്ങനെയാ? അബ്രാഹത്തിന്റെ വിശ്വാസം വഴിയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് എനിക്കുള്ള ഉത്തരം. അതായത് അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, 23-ാമത്തെ ലൈനിൽ പറയുന്നത്, അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചുകൂടിയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈശോ ഇത് അബ്രാഹത്തിനോടും ഇസാക്കിനോടും ഒക്കെ പറഞ്ഞതല്ലേ, അതെങ്ങനെ നമ്മളോട് പറയുന്നതായിട്ട് നമ്മൾ ഏറ്റെടുക്കും? അപ്പൊ അതിന്റെ ഉത്തരമാണ് പറഞ്ഞത്. അത് നമ്മെ സംബന്ധിച്ചുകൂടി ആ വാഗ്ദാനങ്ങൾ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത് നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവരിൽ നിന്ന് വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. എങ്ങനെയാണ്? നമ്മൾ ഈശോയിൽ വിശ്വസിക്കുക, അതായത് നമ്മുടെ പിതാവ്, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, യേശു കർത്താവാണെന്ന് അതിനം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനെയാണ് രക്ഷ പ്രാപിക്കുന്നത്. ആ ഒരു വചനം, അത് ഈ ഈശോയെ വിശ്വസിക്കുന്ന വഴി അബ്രാഹത്തിന്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് കിട്ടിയ, അല്ലെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഓരോ വാഗ്ദാനങ്ങളും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ വിശ്വാസം നമ്മൾ
കൂട്ടേണ്ടത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്റെ ഒരു അനുഭവത്തിൽ നമുക്ക് ഒരു കാര്യം വേണം, അത് ഇന്ന ദിവസത്തിനുള്ളിൽ കിട്ടും, അത് കിട്ടി, അതല്ല വിശ്വാസം എന്ന് എന്റെ ഒരു അനുഭവം കേട്ടോ. അതായത് കാരണം ദൈവത്തിന് എപ്പോഴും നമ്മളെക്കുറിച്ച് നിത്യജീവനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാനാണ് ഉള്ളത്. അപ്പൊ എനിക്കൊരു ജോലി വേണം, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വരുന്നതല്ല ജോലി. അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ആ ജോലി എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും സറണ്ടർ ചെയ്യുന്നത് ഈശോയെ, എന്റെ പ്ലാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ വരരുത്. കാരണം എന്റെ പ്ലാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈശോയുടെ പ്ലാൻ ജീവിതത്തിൽ വരികയില്ല, പിന്നെ നമ്മൾ മൊത്തത്തിൽ പെട്ടുപോകും. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാല് ഈശോയില്, കുർബാനയിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക, ഈശോനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുക. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വിശ്വാസ പ്രമാണം. നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും, അന്ന് എനിക്ക് ഒരു അച്ഛൻ പറഞ്ഞു തന്നാണ്, ജോലിയിലായിരുന്ന സമയത്താണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ല, എല്ലാ മാസവും കടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞാണ്, നീ 33 ദിവസം 33 വിശ്വാസ പ്രമാണം ചെല്ലുക. 33 ദിവസം 33 വിശ്വാസ പ്രമാണം ചൊല്ലി. അതായത് വിശ്വാസ പ്രമാണത്തിന്റെ ഓരോ ലൈനിലും സർവ്വശക്തനായ പിതാവും, ആ സർവ്വശക്തനായ പിതാവിനെ മനസ്സിൽ കണ്ടു, ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവും ആ ഒരു ഇവന്റ് ഞാൻ മനസ്സിൽ കണ്ട് വിശ്വാസ പ്രമാണം 33 തവണ ചൊല്ലി. 33 ദിവസം കഴിഞ്ഞിട്ട് ശരിക്കും ജോലി കിട്ടിയില്ല. പക്ഷെ ജോലിക്ക് കുറച്ച് ഇന്റർവ്യൂകളൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. പക്ഷെ എനിക്ക് ഈ വിശ്വാസ പ്രമാണം ചെല്ലാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും പവർഫുൾ ആണ്. നമ്മുടെ ഫെയ്ത്ത് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വിശ്വാസ പ്രമാണം. അതുപോലെ തന്നെ ദിവസവും കുർബാനയ്ക്ക് പോവുക. ഈ കുർബാന എന്ന് പറഞ്ഞാല്, പണ്ട് എൻ്റെ ഒരു അങ്കിള്, പുള്ളി പെന്തക്കോസ്റ്റിലോട്ട് പോയായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ കുർബാനയൊക്കെ എന്ത് ബോറിംഗ് ആണ്, ഭയങ്കര ബോറിംഗ് ആണ്. അവരിങ്ങനെ വട്ടം കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നത്, അതല്ലേ ശരിക്കും ശരിക്കിലുള്ള ഒരു ആരാധന എന്ന് പറയുന്നത്, നമ്മുടെ ഈശോയായിട്ട് ശരിക്കിലുള്ള ഒരു വർത്താനം അങ്ങനെയല്ലേ എന്നുള്ളത്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ ഈ കുർബാനയെ ഇങ്ങനെ ചിന്തിച്ചു, കുർബാനയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. എനിക്ക് ഒരു 2015 തൊട്ട് എനിക്ക് കുർബാനയിൽ ഭയങ്കര ഒരു അഭിഷേകം. അതായത് കുർബാനയുടെ ഓരോ ലൈനും, ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ തിരിയുന്നതെന്ന് നോക്കിയല്ല, വേറെ ഒന്നും നോക്കിയല്ല, കുർബാനയുടെ പ്രാർത്ഥന, അതായത് കുർബാനയുടെ പ്രാർത്ഥനകൾ, അത് നമ്മുടെ ആരൊക്കെ എഴുതുകയാണെങ്കിലും, ഞാൻ ലാറ്റിൻ കുർബാന കൂടാറുണ്ട്, സീറോ മലബാർ കൂടാറുണ്ട്, 1-2 പ്രാവശ്യം നമ്മുടെ സീറോ മലങ്കരയും കൂടിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര പവർഫുൾ ആണ് ഓരോ പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ ആരാധനയും അതിനകത്തുണ്ട്. അതായത് ഇതെല്ലാം ബേസ് ചെയ്തേക്കുന്നത് നമ്മുടെ നിത്യജീവന് ഈശോ നമുക്ക് അനുവദിച്ച, അല്ലെങ്കിൽ ഈശോ നമുക്ക് തന്നേക്കുന്ന ആ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കുർബാനകളെല്ലാം. നമുക്ക് ഓരോ പ്രാർത്ഥന, എനിക്ക് ഒരു സിനിമ പണ്ട് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നേക്കാൾ 1.5 മണിക്കൂറുള്ള കുർബാന ഭയങ്കര അനുഭവതിയാണ്. അതായത് ചില സമയത്ത് നമ്മുടെ കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു ഒഴുകും. അതായത് ആ കുർബാനയിലൂടെ നമുക്ക് ഈ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റും. അതുപോലെ തന്നെ സാബത്ത്, അതായത് സാബത്ത് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ജോലിയില്ലാത്ത സമയത്ത് പോലും, ഏത് സമയത്താണേലും ഞാൻ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ പക്ക കർത്താവിന്റെ ദിവസമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ആ ദിവസം ഞാൻ അതായത് ജോലി സെർച്ച് ചെയ്യാൻ പോവുകയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. നന്മോരം ഉള്ളതുകൊണ്ട് നന്മോരത്തിൽ കൂടാൻ പറ്റി, രാവിലെ പള്ളിയിൽ പോകാൻ പറ്റി. പിന്നെ ഇങ്ങനെ പണ്ട് തൊട്ട്, അതായത് 2012 ഡൊമിനിക്കസിന്റെ ധ്യാനം കൂടിയ തൊട്ട് എനിക്ക് ഈ ദൈവവചനം എന്ന് പറഞ്ഞാൽ തേനിനേക്കാളും മധുരമുള്ളതായിട്ട് വരും. കാര്യം പറഞ്ഞാൽ എനിക്ക് മലയാളം പാട്ടുകളൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് എപ്പോഴും ഈ ഈശോയുടെ വചനം, ഞാൻ ചുമ്മാ വണ്ടി ഓടിച്ച് പോകുമ്പോഴെല്ലാം ഈ വചനങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം രാത്രി ഉറങ്ങുമ്പോഴും അങ്ങനെ തന്നെ, എപ്പോഴും ഇങ്ങനെ വചനം കേട്ടോണ്ടിരുന്ന് അങ്ങനെ ഞായറാഴ്ച ഞാൻ എന്തെങ്കിലും വചനങ്ങളൊക്കെ കേൾക്കും. അല്ലെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പോകും. അതായത് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നമ്മുടെ ഫാമിലീസിനെ ഒക്കെ വിളിക്കാൻ, അങ്ങനെ നമ്മുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കാൻ. അതായത് ഞായറാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യണം. നമ്മൾ വേറെ ഒരു വ്യഗ്രതയും പാടില്ല. നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്ത് കർത്താവിന്റെ റെസ്റ്റിലേക്ക് നമ്മൾ, അതിനൊരു വിശ്വാസം വേണം. അതായത് നമ്മൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഞായറാഴ്ച ജോലി ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ പല കാര്യങ്ങൾക്ക് പോകും. പക്ഷെ ഞായറാഴ്ച ഹോളി ആയിട്ടൊന്ന് ആചരിച്ചു നോക്കും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊള്ളും. എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ ഇത് വിശ്വസിക്കുക, അതായത് കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. ജോബ് 42:2 പറയുന്നുണ്ട്. അതായത് അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ലെന്നും അങ്ങയുടെ ഒരു ഉദ്ദേശത്തെ ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് കർത്താവ് അറിയാതെ വരികയില്ല. അതായത് 1 തെസ്സലോനിക്കൻസ് 5:16 പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിക്കുവിൻ. എല്ലാ കാര്യങ്ങളും, എന്ത് കഷ്ടപ്പാട് വന്നാലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടേ ഇരിക്കാനാണ് ഈശോ പറയുന്നത്. അപ്പം അതായിരിക്കണം. അതുപോലെ നമ്മുടെ പ്രതിസന്ധികളിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈശോ നമ്മളോട് പറയുന്നത് ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ഞാൻ ജനതയുടെ ഇടയിൽ ഒന്നരാണ്, ഞാൻ ഭൂമിയിൽ ഒന്നരാണ്. സങ്കീർത്തനങ്ങൾ 46:10 പറയുന്നുണ്ട്. അല്ലെങ്കിൽ പുറപ്പാട് 14:14 പറഞ്ഞാൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതായത് എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന വചനമാണ്. അതായത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു യെശയ്യാ 64:4, അതായത് 64 ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഈശോ ഒന്ന് ഇറങ്ങി വരണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന എനിക്ക്
ഇങ്ങനെ കിട്ടുന്നത്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെ, കർത്താവെ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ, അഗ്നിയാൽ വിറകരികയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ, ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുമ്പിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അതായത് ഈശോയെ കാത്തിരിക്കണം. അതായത് ഓരോ അനുഭവങ്ങളും, ഓരോ മോശം അനുഭവങ്ങളും, ഇപ്പൊ കടബാധ്യതയാകട്ടെ, രോഗങ്ങളാകട്ടെ, ഈശോയെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അത് നമ്മൾ പരാതി പറയാൻ നിൽക്കരുത്, നമ്മൾ വേറെ ഡിനൈ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ആ സഹനത്തിൽ നിന്നു കൊടുക്കുക. അപ്പം ഈശോ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരും. അതായത് റോമ 8:28 പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അപ്പം ആ വചനത്തെ വിശ്വസിച്ച് നമ്മുടെ എല്ലാ സഹനങ്ങളും നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് നമുക്ക് ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ ഷെയറിങ് ചെയ്യാൻ അനുവദിച്ച ഈശോയ്ക്ക് ഒരുപാട് നന്ദി.